ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിൽ 273 പോയിന്റിൻ്റെ ഒരു മാസീവായിട്ടുള്ളൊരു റാലിയാണ് നടന്നത്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് 5-ാം ദിവസമാണ് നിഫ്റ്റി ശക്തമായ രീതിയിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം മൊത്തത്തിൽ തിരിച്ചു വരുന്നതിൻ്റെ സൂചനകളാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ ഈ 2025 വർഷം പിറന്നതിന് ശേഷം നിഫ്റ്റി ജനുവരിയിൽ ക്രിയേറ്റ് ചെയ്ത 24,226 എന്നുള്ള ലെവല്, ആ ലെവലിലേക്ക് നിഫ്റ്റി ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്ത് 24,125 എന്ന ലെവലിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ജനുവരി പിറന്നതിന് ശേഷം നമ്മുടെ മാർക്കറ്റിലുണ്ടായ വ്യാപകമായ നഷ്ടങ്ങളെല്ലാം നിഫ്റ്റി ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് റാലിയെ ലീഡ് ചെയ്തത് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളാണ്. നമുക്കറിയാം നിഫ്റ്റിയിലെ ഹെവി വെയിറ്റ് സെഗ്മെൻറ്റാണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു റാലി ഉണ്ടാകുമ്പോൾ നിഫ്റ്റി ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇത് കൂടാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഓട്ടോ ഇൻഡെക്സിലും നല്ല റാലി നടന്നു, IT ഇൻഡെക്സിൽ റാലി നടന്നു, അതുപോലെ മെറ്റൽ സെഗ്മെൻറ്റിൽ റാലി ഉണ്ടായി, റിയൽറ്റിയിലുണ്ടായി, അതേപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലുണ്ടായി. അപ്പോൾ ഇങ്ങനെ മേജർ സെക്ടേഴ്സിലൊക്കെ വമ്പിച്ച റാലിയാണ്. ആ സെക്ടറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി ചാലഞ്ചുകളൊക്കെ നിലവിലുണ്ടെങ്കിലും അവിടെ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും ഒന്നും നോക്കാതെയാണ് ശക്തമായ ബൈയിങ് ആ സെഗ്മെൻറ്റിൽ നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ IT സെഗ്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അമേരിക്കൻ റിസഷൻ ഭയം കാരണം നിലവിൽ IT സെഗ്മെൻറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ വിപ്രോയുടെയും TCSൻ്റെയും ഇൻഫോസിൻ്റെയും ഒക്കെ റിസൾട്ടിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ബിസിനസ് ഗൈഡൻസ് മൊത്തത്തിൽ നെഗറ്റീവായിട്ടാണ് മാർക്കറ്റ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു IT സെഗ്മെൻറ്റിലാണ് ഇന്ന് 2% റാലി നടന്നത്. അതൊരു ശക്തമായ ഒരു അപ്സൈഡ് മൂവാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിഫ്റ്റി 50-ലെ ഏറ്റവും ഗെയിൻ നേടിയ സ്റ്റോക്ക് IT സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കാണ്. ടെക് മഹീന്ദ്രയാണ് ഇന്ന് 5% മുകളിലുള്ള ഒരു ഗെയിൻ നേടിയത്. അതുപോലെ മാർക്കറ്റ് ശക്തമായി ബുള്ളിഷ് ആണെന്നതിൻ്റെ ഒരു പ്രകടമായ മറ്റൊരു ഉദാഹരണം നമ്മൾ കാണുന്നത് FMCG സെഗ്മെൻറ്റിലാണ്. അത് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നമുക്കറിയാം മാർക്കറ്റിൽ ഒരു റിസഷൻ്റെ ഭീതിയോ അല്ലെങ്കിൽ ഒരു ക്രാഷോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും മറ്റ് മൊമെൻറ്റം സ്റ്റോക്കുകളിൽ നിന്നൊക്കെ ഒഴിവായിക്കൊണ്ട് FMCG പോലെയുള്ള വളരെയധികം സേഫ് ആയിട്ടുള്ളതും വളരെയധികം ഡിഫെൻസീവ് ആയിട്ടുള്ളതുമായ സെക്ടറിലേക്ക് അവരുടെ പണം ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. കാരണം FMCGയിൽ നിന്നും പണം പിൻവലിച്ചുകൊണ്ട് ഇവിടെ മറ്റ് മൊമെൻറ്റം സെക്ടറുകളിലേക്കാണ് ഇൻവെസ്റ്റേഴ്സ് പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ ബുൾസ് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50-ൽ മാത്രമല്ല മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും 2% കൂടുതൽ റാലി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മൈക്രോ ക്യാപ്പിലും 1.5% ഒരു റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ ഒരു ഗ്രീഡ് ഇപ്പോൾ പ്രകടമാണ്. മാർക്കറ്റ് ഇപ്പോൾ ഒരു ഗ്രീഡ് സോണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതിൻ്റെ ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കൂടാതെ നമ്മൾ ചില പ്രത്യേക സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ നല്ല റാലി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് CDSL 5% റാലി നടന്നു. BSE എന്ന് പറയുന്ന എക്സ്ചേഞ്ച് സ്റ്റോക്കിൽ 6% റാലി നടന്നു. അതുപോലെ കേഫിൻ ടെക് പോലെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കേഫിൻ ടെക്കിൽ 9% റാലി ഉണ്ടായി. അതുപോലെ നിപ്പോൺ ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ 6% റാലി. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലുള്ള റാലി സ്വാഭാവികമായിട്ടും അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവ് മൊമെൻറ്റം മാർക്കറ്റിൽ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി IPOകളുടെ ഒരു വരവായിരിക്കും. കാരണം നിലവിലിപ്പോൾ IPOകളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാം. കാര്യമായിട്ട് IPOകളൊന്നും മാർക്കറ്റിലേക്ക് വരുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇനി IPOകളുടെ ഒരു കുത്തൊഴുക്ക് വരാനുള്ള സാധ്യതകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാർക്കറ്റിനെ ഈ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ഈ ബാങ്കിങ് സ്റ്റോക്കുകളിലെ വളരെ എൻകറേജിംഗ് ആയിട്ട് വന്നിട്ടുള്ള റിസൾട്ടുകളാണ്. അതുകൂടാതെ ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ടോക്സ് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ട്രേഡ് സെറ്റിൽമെൻറ്റിൽ തീർച്ചയായിട്ടും എത്തുമെന്നും അത് ഇന്ത്യക്ക് ഗുണകരമായ രീതിയിലുള്ള കുറേ അനുകൂല ഘടകങ്ങൾ ഉണ്ടായേക്കുമെന്നൊക്കെയുള്ള ഒരു സ്പെക്കുലേഷൻ ഇത് മൊത്തത്തിൽ ഈ സെൻറ്റിമെൻറ്റ്സിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും US വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള JD വാൻസ് അദ്ദേഹം ഇന്ത്യ ഇന്ന് സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഫാമിലി വിസിറ്റാണ് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും അദ്ദേഹം പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. അവിടെ തീർച്ചയായിട്ടും ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കൂടാതെ ഈ വർഷം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുവാനുള്ള ഒരു ഗ്രൗണ്ട് ഇവിടെ ഒരുക്കപ്പെടാൻ കൂടിയാണ് ഈ സന്ദർശനം എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ മാർക്കറ്റിലുണ്ടായ പ്രധാനപ്പെട്ട അപ്സൈഡ് മൂവിനുള്ള കാരണങ്ങൾ FIIയുടെ ആ ഒരു തുടർച്ചയായ ബൈങ് ആണ്. അപ്പോൾ അവരതിന് പ്രേരിപ്പിക്കുന്നത് ഡോളറിലുണ്ടായിട്ടുള്ള ശക്തമായ വീക്ക്നെസ് ആണ്. ഇപ്പോൾ ഡോളർ ഇൻഡെക്സിൻ്റെ ഇന്നത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് അതൊരു റെക്കോർഡ് വീഴ്ചയാണ്. ഒരുപക്ഷെ FIIനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിയാൻ ഇത് കൂടുതൽ പ്രേരിപ്പിച്ചേക്കും. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റ് കുറച്ചുകൂടി സ്റ്റാബിളും കുറച്ചും കൂടി സേഫും ആണെന്ന് അവർക്ക് താരതമ്യേന അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ഡോളർ ഇൻഡെക്സ് 1.14% ഒരു ഡ്രോപ്പാണ്. ഇപ്പോൾ അത് 52 വീക്ക് ലോയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ ഈ ഡോളറിലുള്ള ഈ വീഴ്ച അത് നമ്മുടെ റൂപ്പിയെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ റൂപ്പി സ്റ്റേബിൾ ആകാൻ ഇതൊരു കാരണമായിട്ടുണ്ട്. കൂടാതെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നത് ക്രൂഡ് ഓയിൽ 2% ക്രാഷ് ഇന്ന് നടന്നതായിട്ട് കാണാം. അപ്പോൾ അതും നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻഫ്ലേഷൻ കുറക്കാനും അതുവഴി RBI ഇനിയൊരു റേറ്റ് കട്ട് വളരെ വേഗത്തിൽ തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു സാധ്യത ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു സ്പെക്കുലേഷനാണ് അവിടെ ആ ഒരു മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പല സ്ട്രോങ് ഫണ്ടമെൻ്റൽ സ്റ്റോക്കുകളും നമുക്ക് ഇപ്പോഴും അതിൻ്റെ 52 വീക്ക് തിരിച്ചു വന്നിട്ടില്ല എന്ന് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ചില സ്റ്റോക്കുകൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ TCS എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറണ്ട് പ്രൈസ് 3322 രൂപയാണ്. 3056 അതിൻ്റെ 52 വീക്ക് ലോ. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് 8% ഒരു ഡിഫറൻസ് അവിടെ ഉള്ളൂ. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 24, ഇൻഡസ്ട്രി PE 27, 3 ഇയേഴ്സിൻ്റെ PE 30 അപ്പോൾ അവിടെ TCSൻ്റെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവായിട്ട് മാറിയിരിക്കുന്നതാണ് നമുക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ മറ്റൊരു സ്റ്റോക്ക് മാരുതി സുസുക്കി നോക്കുകയാണെങ്കിൽ 11745 എന്ന പ്രൈസിലാണ് നമുക്കിപ്പോൾ കാണുക. അതിൻ്റെ ലോ 10725 എന്ന പ്രൈസാണ്. അപ്പോൾ അവിടത്തേക്ക് എത്താൻ 9% ഒരു ഡിഫറൻസേ ഉള്ളൂ. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 25, ഇൻഡസ്ട്രി PEയും 25. അതുപോലെ 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE മാരുതി സുസുക്കിയുടേത് 30. അപ്പോൾ ഇതും നല്ല അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് ആസ്ട്രലാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 1339 എന്ന പ്രൈസിലാണ്. ഇതിൻ്റെ ലോ 1232. അപ്പോൾ അവിടേക്ക് ഒരു 8% ഒരു ഡിഫറൻസ് ആണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 68. ഇത് വളരെ ഹൈ PE ആണ് നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ 3 ഇയർ മീഡിയൻ PE 94 ആണെന്ന് ഓർക്കുമ്പോഴാണ് ഈ PE താരതമ്യേന കുറവാണെന്ന് നമുക്ക് മനസ്സിലാവുക. എങ്കിലും ഇൻഡസ്ട്രി PE 26 എത്താൻ ഇനിയും ഈ സ്റ്റോക്ക് താഴോട്ട് വരേണ്ടതുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 2045 എന്ന ലെവലിലാണ്. ഇതിൻ്റെ ലോ 1870. അപ്പോൾ 9% ഒരു ഡിഫറൻസ് ആണ് 52 വീക്ക് ലോയുമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 41 എന്ന റേഞ്ചിലാണ്. ഇൻഡസ്ട്രി PE 31, സ്റ്റോക്കിൻ്റെ 3 ഇയർ PE 83. അപ്പോൾ ആ ഒരു 3 ഇയർ മീഡിയം PEയിൽ നിന്ന് വലിയ തോതിൽ ഈ സ്റ്റോക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 50% ഒരു PE ഡ്രോപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഗോദ്രേജ് പ്രോപ്പർട്ടീസും തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റ് ആടാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊന്ന് ഗാലക്സി സർഫക്റ്റൻസ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 2202. ഇതിൻ്റെ ഐയിൽ നിന്നും വളരെയധികം താഴോട്ടേക്ക് വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ലോ ആയിട്ടുള്ള 2021 അടുത്താണ് നിൽക്കുന്നത്. അതായത് 9% ഒരു ഡിഫറൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 25, ഇൻഡസ്ട്രി PE 29, 3 ഇയേഴ്സിൻ്റെ PE 28.5. അപ്പോൾ നല്ലൊരു വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 2605. അതിൻ്റെ ലോ 2400. അവിടെ 8% ഒരു ഡിഫറൻസ് നമുക്ക് കാണാം. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 61 എന്ന ലെവലാണ്. ഇൻഡസ്ട്രി PE 17, 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 66. അപ്പോൾ മീഡിയം PE താഴെയാണെങ്കിലും ഇൻഡസ്ട്രി PEയോട് അടുത്തെത്താൻ ഇനിയും ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് വരേണ്ടതുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് AIA എഞ്ചിനീയറിംഗ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 3138. അതിൻ്റെ ലോ 3025. അപ്പോൾ അവിടെ ശരിക്കും ഒരു 3% ഡിഫറൻസ് ആണ് 52 വീക്ക് ലോയുമായിട്ട് കറണ്ട് പ്രൈസ് ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 28, ഇൻഡസ്ട്രി PE 28, 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 31. തീർച്ചയായിട്ടും ഇത് വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് ബാറ്റ ഇന്ത്യ ആണ്. ബാറ്റയുടെ കറണ്ട് പ്രൈസ് 1204, 1136 അതിൻ്റെ ലോ. അപ്പോൾ അവിടെ നിന്നൊരു 5% ഒരു ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE 43, ഇൻഡസ്ട്രി PE 60, 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 64. അപ്പോൾ 43 PE ഉണ്ടായിട്ടും ഇത് അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് SKF ഇന്ത്യ ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 3894, 3541 ലോ. അപ്പോൾ അവിടേക്ക് 9% ഒരു ഡിഫറൻസ് നമുക്ക് കാണാം. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 35, ഇൻഡസ്ട്രി PE 30, 3 ഇയേഴ്സിൻ്റെ PE 46. അപ്പോൾ ഇൻഡസ്ട്രി PEയോട് ഇനിയും ഇത് താഴോട്ടേക്ക് വരാനുണ്ട്. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്ന സ്റ്റോക്കുകൾ
മാത്രമല്ല ഇനിയും ധാരാളം സ്റ്റോക്കുകൾ ഈ രീതിയിൽ ഒരു 10% ഒരു ഡിഫറൻസിൽ 52 വീക്ക് ലോ ആയിട്ട് നിൽക്കുന്ന ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ട് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.